കമ്പനി ബോർഡ് LGSന് വേണ്ടി ഡെയിലി 10 മാത്സ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്യുന്നത്. PYQs ആണ്. എല്ലാവരും വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ച് സ്വയം തന്നെ ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മാത്സ് ചെയ്യാനുള്ള സ്കില്ല് കൂടി വരികയുള്ളൂ. സ്വയം ആലോചിച്ച് ഉത്തരത്തിലേക്ക് എത്തുക. ചോദ്യം നന്നായി മനസ്സിലാക്കുക. ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം: രമ സ്കൂളിൽ നിന്നും 500 മീറ്റർ ദൂരം 3 മിനിറ്റ് കൊണ്ടും 800 മീറ്റർ ദൂരം 10 മിനിറ്റ് കൊണ്ടും സഞ്ചരിച്ച് വീട്ടിലെത്തി. എന്നാൽ രമ സഞ്ചരിച്ച ശരാശരി വേഗത എത്ര? ശരാശരി വേഗത, അതായത് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് നമുക്കറിയാം. ടോട്ടൽ ദൂരം, ആകെ സഞ്ചരിച്ച ദൂരം ബൈ ആകെ സമയമാണ്. പക്ഷേ ഇവിടെ യൂണിറ്റ് നമ്മൾ ശ്രദ്ധിക്കണം. മീറ്ററും മിനിറ്റുമാണ് തന്നിരിക്കുന്നത്. സാധാരണ ഇങ്ങനത്തെ വേഗതയുടെ പ്രോബ്ലങ്ങളിലെല്ലാം ഒന്നില്ലെങ്കിൽ കിലോമീറ്റർ മണിക്കൂർ, കിലോമീറ്റർ പെർ അവർ, അതായത് ദൂരം കിലോമീറ്ററിലും സമയം മണിക്കൂറിലും വേഗത കിലോമീറ്റർ പെർ, അത് ഒരു സെറ്റ്. അല്ലെങ്കിൽ 1 മീറ്റർ ദൂരം മീറ്ററിലും സമയം സെക്കൻഡുകളിലും വേഗത മീറ്റർ പെർ സെക്കൻഡിലും തരും. ഇത് രണ്ടുമാണ് മെയിനായിട്ടുള്ള 2 കേസുകൾ. പക്ഷേ ഇവിടെ മിനിറ്റാണ് തന്നിരിക്കുന്നത്. 3 മിനിറ്റ്, 10 മിനിറ്റ് തന്നിട്ടുണ്ട്. എന്നിട്ട് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ്, അതായത് നമ്മുടെ ഈ സ്റ്റാൻഡേർഡ് യൂണിറ്റിലാണ് അവർ തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്യണം, യൂണിറ്റിനെ മാറ്റണം. പക്ഷേ 500 മീറ്റർ, ഇവിടെ മീറ്ററാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, മീറ്ററിൽ തന്നിട്ടുണ്ട്. ഇവിടെ സെക്കൻഡിന് പകരം മിനിറ്റിൽ തന്നിരിക്കുന്നു, നമുക്ക് കൺവേർട്ട് ചെയ്യാം. ആവറേജ് സ്പീഡാണ് ചോദിക്കുന്നത്. ആകെ ദൂരം മീറ്ററിലാണ് തന്നിട്ടുള്ളത്, നേരെ എഴുതുകയാണ്. 500 മീറ്റർ പ്ലസ് പിന്നെ 800 മീറ്റർ, അപ്പോൾ 1300 മീറ്റർ ആകും. ഇനി ആകെ സമയം എന്ന് പറയുന്നത് 500 മീറ്ററിന് 3 മിനിറ്റും 3 മിനിറ്റ് പ്ലസ് 800 മീറ്ററിന് 10 മിനിറ്റും, എങ്കിൽ ടോട്ടൽ 13 മിനിറ്റ്. ഇത് നമുക്ക് കൺവേർട്ട് ചെയ്യണം. ഈ കാര്യം മാത്രം ചിന്തിക്കുക. 1 മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റാണ്. ഇതേ 1 മണിക്കൂർ എന്ന് പറയുന്നത് 60 × 60 സെക്കൻഡാണ്. അതായത് 1 മണിക്കൂർ എന്നതും 60 മിനിറ്റ് എന്നതും 3600 സെക്കൻഡ് എന്ന് പറയുന്നതും സെയിം ആണ്. അപ്പോൾ അവറിനെ മണിക്കൂറിലാക്കിയാൽ അത് കുറച്ച് വലുതാവും, 160 മിനിറ്റിനെ സെക്കൻഡിലാക്കിയാൽ അത് കുറച്ചധികം വലുതാവും, 60 എന്നുള്ളത് 3600. അതായത് യൂണിറ്റ് ചെറുതാകും തോറും നമ്പറും വലുതായി കൊണ്ടുവരും. 160 പിന്നെ 3600. അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ മിനിറ്റാണ്, നമുക്ക് മാറ്റേണ്ടത് സെക്കൻഡിലാണ്. അപ്പോൾ ഇത് 13 എന്ന് പറയുന്നത് വലുതാകണ കൊണ്ട് തന്നെ 60 കൊണ്ട് ഹരിക്കുകയല്ല, ഹരിച്ചാൽ ചെറുതാകുകയുള്ളൂ. നമ്മൾ 13നെ 60 കൊണ്ട് ഗുണിക്കും. അപ്പോഴാണ് അത് മിനിറ്റിലുള്ളത് സെക്കൻഡിലോട്ട് മാറുകയുള്ളൂ. ഇവിടെയും അതല്ലേ ചെയ്തത്, ഈ 60നെ × 60 ചെയ്തത്. അപ്പോൾ സെക്കൻഡായി. അങ്ങനെ ഓർത്ത് വെക്കുക. അപ്പോൾ തെറ്റില്ല. യൂണിറ്റ് ചെറിയ യൂണിറ്റിലോട്ട് പോകുമ്പോൾ വലുതായിട്ട് വരും. അപ്പോൾ വലുതാകാനായിട്ട് ഗുണിക്കണം. 13 × 6 എന്ന് പറയുമ്പോൾ 0, 18 × 8 ശിഷ്ടം 1 വരും. 6 3 780 സെക്കൻഡ്. അപ്പോൾ യൂണിറ്റ് നമ്മൾ മാറ്റി അടിയിൽ 780 ഇട്ട് കൊടുക്കാം. ഇനി ചെയ്യാം. 13 0 0 7 8 0. ഈ 0 0 വെട്ടിക്കളഞ്ഞു. 13ൻ്റെ പട്ടിക നമുക്ക് അറിയുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ കട്ട് ചെയ്ത് കളയാം. അത് മാത്രമല്ല, നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. 13 × 6 78 വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വെട്ടാണ്. 13ൻ്റെ പട്ടികയിൽ 130,
10 തവണ, ഒരു തവണ 13, പിന്നെ 0 എടുത്ത് എഴുതി. 78 13×6 78 ആയതുകൊണ്ട് തന്നെ 6. അപ്പോൾ 10/6 എന്ന് വന്നു. 2 കൊണ്ട് വെട്ടാലോ. 10ൻ്റെ പകുതി 5, 6ൻ്റെ പകുതി 3, 5/3 ആണ് മീറ്റർ പെർ സെക്കൻഡ്. ആൻസർ 5/3 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. യൂണിറ്റ് കൺവേർഷൻ സാവധാനം ചെയ്ത് മനസ്സിലേക്ക് ഉറപ്പിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെയാകുന്നു. വലിയ യൂണിറ്റ് ഇതാണ്, ചെറിയ യൂണിറ്റ് ഇതാണ്, കൺവേർഷൻ അതൊക്കെ മൈൻഡിൽ ഉറപ്പിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. √0.0064 ചോദിച്ചിരിക്കുന്നത് ഈസിയാണ്. 1/10 ആണെങ്കിൽ ഒരു സ്ഥാനം നീക്കി പോയിൻ്റ് ഇടുന്നു. 1/100 ആണെങ്കിൽ 2 സ്ഥാനം നീക്കി പോയിൻ്റ് ഇടുന്നു. ആ റൂള് വെച്ച് നമ്മൾ ഈ 4 സ്ഥാനം നീക്കി പോയിൻ്റ് ഇട്ടിട്ടില്ലേ, അപ്പോൾ അതെങ്ങനെ എഴുതാം? √64 ഡിവൈഡഡ് ബൈ 1 0 2 0 3 0 4 0. 4 സ്ഥാനമായതുകൊണ്ട് 4 0 എഴുതി. ഇനി നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. 64ൻ്റെ സ്ക്വയർ റൂട്ട് വർഗ്ഗമൂലം എന്ന് പറയുന്നത് 8 ആണ്. ഇവിടെ 4 0 സ്ക്വയർ റൂട്ടിൻ്റെ അകത്ത് 4 0 പുറത്തോട്ട് വരുമ്പോൾ അത് 2 0 മാറിയിരിക്കുന്നു. ഇവിടെയും സെയിം ആണ്. 64 എന്ന് പറയുന്നത് √8 ആണ്. ആ സ്ക്വയർ റൂട്ടിൽ നിന്ന് 2 8 ഉണ്ട്. സ്ക്വയർ റൂട്ടിനോട്ട് പുറത്തോട്ട് വരുമ്പോൾ ഒരു 8 മാറിയിരിക്കുന്നു. അങ്ങനെ ഓർത്ത് വെക്കുക. അപ്പോൾ 8/100 എന്ന് വന്നു. അതായത് 8ന് മുന്നേ 2 സ്ഥാനം നീക്കി പോയിൻ്റ് 0 0 8 2 സ്ഥാനം നീക്കി പോയിൻ്റ് ഇട്ടിട്ടില്ലേ, അടിയിൽ 100 ആയതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. സ്ക്വയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചത് 8ൻ്റെ സ്ക്വയർ ആണ്. 64 പഠിച്ചു വെക്കുക. 30 വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പീഡിൽ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. 750നോട് ഏത് സംഖ്യ കൂട്ടിയാലാണ് ഒരു പൂർണ്ണവർഗ്ഗമാകുന്നത്? സ്ക്വയർ അറിയാമെങ്കിൽ, അതായത് ഈ കാണിച്ച പട്ടിക അറിയാമെങ്കിൽ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ആ പട്ടിക അറിയില്ല എന്ന രീതിയിൽ നോക്കാം. 25ൻ്റെ സ്ക്വയർ നമുക്കറിയാം 625. അതായത് 5ൻ്റെ സ്ക്വയർ 25 എന്നും ഈ 2 ഇവിടെ ആയതുകൊണ്ട് 2ൻ്റെ അടുത്ത സംഖ്യ 3 ആണ്. 3ഉം 2ഉം കൂടി ഗുണിച്ചാൽ 6, 625 കിട്ടി. അപ്പോൾ അതിനേക്കാൾ വലുതാണ്. 26ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. 26ൻ്റെ സ്ക്വയർ കാണാൻ 4 ആണ് 2ൻ്റെ സ്ക്വയർ. 6ൻ്റെ സ്ക്വയർ 36. പിന്നെ ഈ 2 × 2 × 2 6, അതായത് 24 വരും. 24ൻ്റെ 4 ഇവിടെ ആഡ് ചെയ്താൽ ഇത് 7 ആയി. 4 3 7 ആയി. ശിഷ്ടം 2 ഉണ്ട്, അതിവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ഈ 4ൻ്റെ ഒപ്പം 2 ആഡ് ചെയ്താൽ 676. 26ൻ്റെ 676 വന്നുള്ളൂ. അങ്ങനെയെങ്കിൽ 27 നോക്കാം. ഇത് ജസ്റ്റ് കണ്ടുപിടിക്കാൻ, അതായത് നമുക്ക് സ്ക്വയറിൻ്റെ വാല്യൂ അറിയാമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. ഞാനിപ്പോൾ എത്തണ രീതിയിലോട്ട് പറയുകയാണ്. 27 നോക്കുകയാണെങ്കിൽ 27ൻ്റെ സ്ക്വയർ നോക്കുകയാണെങ്കിൽ 2ൻ്റെ 4 സ്ക്വയർ, 7ൻ്റെ 49. ഇങ്ങനെ എടുത്തെഴുതാം. നടുക്കൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ ഈ 2 × 7 × 2 ഈ 3ഉം തമ്മിൽ ഇങ്ങനെ ഗുണിക്കുക. അപ്പോൾ എത്ര കിട്ടി? 4 × 7 28. ഈ 8 എടുത്തിട്ട് ഈ സംഖ്യയുടെ കൂടെ ആഡ് ചെയ്യുക. 9 8 4 12 2. ശിഷ്ടം 1 ഉണ്ട്. ആ 1 ഈ 4ൻ്റെ കൂടെ ആഡ് ചെയ്യുക. അതേസമയം ഇവിടെ ഒരു 2ഉം കൂടി ഇല്ലേ, 2ഉം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ എത്ര വന്നു? 729. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 750ന് മുകളിലുള്ള സംഖ്യ വേണം. അപ്പോൾ നമ്മൾ 27ൻ്റെ എല്ലാന്ന് മനസ്സിലായി. 28ൻ്റെ സ്ക്വയർ കാണാം. 28ൻ്റെ സ്ക്വയർ കാണാൻ 2ൻ്റെ 4 64. ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ 2 × 8 × 2 ചെയ്യുന്നു. അപ്പോൾ 4 × 8 32 വന്നു. ഈ 32 ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. 32 4 8 വന്നു. 784. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 750നോട് എത്രയോ കൂട്ടിയിട്ടുണ്ടെങ്കിൽ
ഒരു പൂർണ്ണവർഗം, അതായത് 784 തൊട്ടടുത്ത പൂർണ്ണവർഗം. അപ്പോൾ കണ്ടുപിടിക്കാൻ ഈ 784 നിന്ന് 750 കുറച്ചാൽ മതി. 34 ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഈ ടേബിൾ അറിയാമെങ്കിൽ 750 എന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലോട്ട് ഈ സംഖ്യ ഓർമ്മ വരും. 28ൻ്റെ സ്ക്വയറാണ് 784 എന്ന് ഓർമ്മ വരണം. തന്നിരിക്കുന്നത് 750 ആണ്. ആ 750 എത്ര കൂട്ടിയാലാണ് ഇതാകുന്നതെന്ന് മാത്രം നോക്കിയിട്ട് ഓപ്ഷൻ ചെയ്യാം. അതാണ് ചില പ്രോബ്ലങ്ങൾ വളരെ ഈസി ആയിട്ടൊരു നിസ്സാര സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. സ്ക്വയർ, ടേബിള്, ക്യൂബ്സ് ഒക്കെ പഠിച്ച് തന്നെ വെക്കുക. എല്ലാ ദിവസവും ജസ്റ്റ് എഴുതി പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങളുടെ മൈൻഡിലോട്ട് അത് വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പേനയ്ക്കും പെൻസിലിനും കൂടി 20 രൂപയാകുന്നു. പെൻസിലിൻ്റെ വിലയുടെ 3 മടങ്ങാണ് പേനയുടെ വിലയെങ്കിൽ പേനയുടെയും പെൻസിലിൻ്റെയും വില എത്ര? ആദ്യമേ പറയാം. ഇവിടെ പെൻസിലിൻ്റെ വില പ്ലസ് പെൻസിലിനെ സി എന്നെടുക്കുകയാണ് നമ്മൾ. പെൻസിലിൻ്റെ സി, പെൻസിൽ, പെന്നിൻ്റെ പി എന്നും പെൻസിലിന് സി എന്നും എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടി കൂട്ടിയാൽ രണ്ടിൻ്റെയും തുക എന്ന് പറയുന്നത് 20 ആണ്. രണ്ടിനും കൂടി 20 രൂപയായി. പെൻസിലിൻ്റെ വിലയുടെ 3 മടങ്ങാണ് പേനയുടെ വിലയെങ്കിൽ പെൻസിലിൻ്റെ വിലയുടെ 3 മടങ്ങ്, അതായത് പേനയുടെ വില എന്ന് പറയുന്നത് പെൻസിലിൻ്റെ 3 ഇരട്ടിയാണ്. അതായത് പെൻസിലിന് ഇപ്പോൾ 2 രൂപയാണെങ്കിൽ ഇൻറ്റു 3 6 രൂപയാണ് പേനക്കെന്നാണ് അർത്ഥം. ഈ 2 ഇക്വേഷൻ വെച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഈ ഇക്വേഷനിൽ നമ്മൾ ഈ പിയുടെ സ്ഥാനത്ത് ഈ പി കൊണ്ട് കൊടുത്താൽ ഈ ഇക്വേഷനിൽ സി മാത്രമാകും. അതായത് പി പ്ലസ് സി എന്ന് പറയുന്ന 20 എന്ന ഇക്വേഷനിൽ ഈ പിയുടെ സ്ഥാനത്ത് ഇത് ഫുള്ള് ഞാൻ കൊടുക്കാൻ പോവുകയാണ്. അതായത് പി ഈസ് ഈക്വൽ ടു 3c ആണ്. 3c എന്ന് കൊടുത്തു. പ്ലസ് സി ഈസ് ഈക്വൽ ടു 20 എങ്കിൽ 4c, 3 സിയും 1 സിയും ആഡ് ചെയ്താൽ 4c എന്ന് പറയുന്നത് 20. പിന്നെ സി, ഇതിൽ നിന്ന് സി കാണാൻ ഈ ഇൻറ്റു 4 അങ്ങോട്ട് കൊണ്ടുപോയാൽ ഹരണം 4, 20 ഹരണം 4. അപ്പോൾ വെട്ടിക്കളയാൻ 4ൻ്റെ പട്ടികയിൽ ഒരു തവണ 20ൽ 20 4 ഇൻറ്റു 5 20, 5 കിട്ടി. സി എന്ന് പറയുന്നത് പെൻസിലിൻ്റെ വില 5 ആണ്. അതായത് പെൻസിലും പേനയും രണ്ടിനും കൂടി 20 രൂപയാണ്. ഇതിൽ സി എന്ന് പറയുന്നത് 5 രൂപയാണെങ്കിൽ പെന്നിൻ്റെ വില എത്രയായിരിക്കും? ഈ 5 20ൽ നിന്ന് കുറച്ചാൽ മതിയല്ലോ. 15 രൂപ പേനക്കും 5 രൂപ പെൻസിലിനുമാണ്. ഇവിടെ ഓർഡർ നോക്കണം. പേനയുടെയും പെൻസിലിൻ്റെയും. പേന 15 ആദ്യം വരുന്നത് എഴുതണം. ഡി ആണ്. ശ്രദ്ധിക്കുക, ഓപ്ഷൻ ഡിയും സെയിം വാല്യൂ ആണ്. പക്ഷേ ക്വസ്റ്റ്യൻ നോക്കുക, പേനയുടെയും പെൻസിലിൻ്റെയും വില എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പേനയുടെ വില 15 ആദ്യം വരുന്ന ഓപ്ഷൻ ബി മാർക്ക് ചെയ്യുക. ക്രിയ ചെയ്യുക. സിംപ്ലിഫിക്കേഷനാണ്. ആദ്യം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ചെയ്യണം. ഇത് സ്ക്വയർ ബ്രാക്കറ്റ്, അതിൻ്റെ ഉള്ളിലാണ് ഈ ചെറിയ ബ്രാക്കറ്റ് ഉള്ളത്. ഇതാണ് ചോദ്യം. നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലെ ബ്രാക്കറ്റ് ആദ്യം ചെയ്യാം. 45 × 2 45ൻ്റെ ഇരട്ടി 90 ആണ്. 90 ഹരണം 3. വീണ്ടും ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇൻറ്റു 7 3 ഇൻറ്റു 295. 90നെ 3 കൊണ്ട് ഹരിച്ചാൽ 3ൻ്റെ പട്ടികയിൽ ഒരു തവണ 90 30, അതായത് 90 ഹരണം 3 എന്ന് പറയുന്നത് 3ൻ്റെ പട്ടികയിൽ ഒരു തവണ 9 3 തവണ 30. അപ്പോൾ ഇവിടെ 30 എന്ന് വരും ആൻസർ. 30 ഇൻറ്റു 7 പ്ലസ് 295 ഇൻറ്റു 3. 30 ഇൻറ്റു 7 21, പിന്നെ ഒരു 0 കൂടി ആഡ് ചെയ്തു. 295 ഇൻറ്റു 3 നമുക്ക് ചെയ്യാം. 5 ശിഷ്ടം 1 28 ശിഷ്ടം 2 6ൻ്റെ 8 8 5. അതിൻ്റെ കൂടെ 210 കൂട്ടിയാൽ മതി. 5 9 10 95 ആണ് ആൻസർ. സിംപ്ലിഫിക്കേഷൻ എപ്പോഴും സാവധാനം ചെയ്യുക. 1 മാർക്ക് ഉറപ്പിക്കാം. ചെയ്യാൻ മാത്രം, തെറ്റിക്കാതെ ചെയ്യാൻ അറിഞ്ഞാൽ
1 മാർക്ക് ഷുവറാണ്. വേറൊരു ഫോർമുലയും ഇക്വേഷനും ഒന്നും അറിയണ്ട. കുറച്ച് സംഖ്യകളുടെ ക്രിയ തെറ്റിക്കാതെ ചെയ്താൽ അവിടെ അഷ്യൂർ മാർക്കാണ്. 10.95 ആൻസർ, ഓപ്ഷൻ സി. അടുത്തത് നോക്കാം. 10 ക്യൂബ് ഇൻറ്റു 2 സ്ക്വയർ ഇൻറ്റു 5 ക്യൂബ് ഇൻറ്റു 2 എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എഴുതി നോക്കാം. ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. ഇതിൻ്റെ 2ൻ്റെ തലയിൽ ഒന്നുമില്ലെങ്കിലും 1 എന്ന് എഴുതിയാലും സെയിം ആണ്. 2⁻1 എന്ന് എഴുതിയാൽ 2 തന്നെയാണ്. അപ്പോൾ നമുക്ക് അറിയാലോ, 2 സ്ക്വയർ ഇൻറ്റു 2 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ബേസ് സെയിം ആണെങ്കിൽ നമുക്ക് ഈ തലയിലുള്ളത് കൂട്ടി എഴുതാം. അതായത് 2⁻3 എന്ന് എഴുതാം. 2ഉം 1ഉം കൂട്ടി. അപ്പോൾ അങ്ങനെ എഴുതാം. 10 ക്യൂബ് ഇൻറ്റു 2ൻ്റെ ക്യൂബ് ഇൻറ്റു 5ൻ്റെ ക്യൂബ്. ഈ ക്യൂബൊക്കെ നമുക്കറിയാലോ. 10ൻ്റെ ക്യൂബ് 10 കഴിഞ്ഞ് 3 0, തലയിൽ 3 ആയതുകൊണ്ട് 3 0. 8ൻ്റെ ക്യൂബ് 2ൻ്റെ ക്യൂബ് 8 ആണ്. 5ൻ്റെ ക്യൂബ് 125. 8 ഇൻറ്റു 125 എന്ന് പറയുന്നത് 1000 ആണ്. സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. എങ്ങനെ നമ്മൾ 4 ഇൻറ്റു 25 100 എന്ന് പറയുന്നുവോ അതേപോലെയുള്ളൊരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് 8 ഇൻറ്റു 125 1000. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 1000 ഇവിടെ ഉണ്ട്. 8 ഇൻറ്റു 125 1000 കിട്ടുന്നു. അപ്പോൾ 1 കഴിഞ്ഞിട്ട് 6 0. 1 കഴിഞ്ഞ് 6 0 ഉള്ള അതാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1 കിലോ ആപ്പിളിൻ്റെ വില 180 രൂപയാണ്. ഇത് 201.60 രൂപയ്ക്ക് വിറ്റു. ലാഭശതമാനം അല്ലെങ്കിൽ നഷ്ടശതമാനം കണക്കാക്കുക. ഇവിടെ 1 കിലോ ആപ്പിൾ 180 രൂപയ്ക്ക് വാങ്ങുന്നു. വിൽക്കുന്ന വില 201 രൂപ. അതായത് വാങ്ങിയതിനേക്കാൾ കൂടുതൽ തുകയ്ക്ക് വിറ്റു. ലാഭമാണ്. ഇവിടെ ലാഭശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര രൂപ കൂടുതലാണ് വിറ്റത്? 201.6 നിന്ന് 180 കുറച്ചാൽ നമുക്ക് ലാഭം കിട്ടും. 6 1 2 21.6 രൂപ ലാഭം കിട്ടി. ലാഭശതമാനം കണ്ടുപിടിക്കാനായിട്ട് ബേസിക് ഇക്വേഷൻ ലാഭം അല്ലെങ്കിൽ നഷ്ടം എത്രയാണ്, അതിനെ വാങ്ങിയ വില. എപ്പോഴും വാങ്ങിയ വിലയെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ലാഭം അല്ലെങ്കിൽ നഷ്ടം കാണുന്നത്. ആദ്യം വാങ്ങിയതിന് ശേഷമാണല്ലോ. ആ കൊടുത്ത വിലയെ അടിസ്ഥാനമാക്കിയാണ് ലാഭമാണോ നഷ്ടമാണോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വാങ്ങിയ വില എപ്പോഴും അടിയിൽ ഉണ്ടാകും. അതിനെ ഒരു 100 കൊണ്ട് ഗുണിച്ചാൽ ശതമാനത്തിൽ ആൻസർ കിട്ടും. ഇവിടെ നഷ്ടമല്ല, ലാഭമാണ്. അപ്പോൾ ലാഭം എത്ര? 21 രൂപ ലാഭം. എന്തിനെ അടിസ്ഥാനമാക്കി? വാങ്ങിയ വിലയായ 180 അടിസ്ഥാനമാക്കി ഇൻറ്റു 100. ഈ 0 വെട്ടിക്കളയാം. ഈ 10നെ 216 കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു സ്ഥാനം പോയിൻ്റ് നീക്കിയുണ്ട്. അതിനെ 10 കൊണ്ട് ഗുണിച്ചാൽ ആ പോയിൻ്റ് മാഞ്ഞു പോകും. അതായത് 216 ആകുന്നു. 21.6നെ 10 കൊണ്ട് ഗുണിച്ചാൽ 216 ആകും. അടിയിൽ 18. നമുക്ക് 9 കൊണ്ട് ഡയറക്റ്റ് വെട്ടാം. പക്ഷേ ഇവിടെ മനസ്സിലാവാൻ വേണ്ടി 2 കൊണ്ട് വെട്ടാം. 18ൻ്റെ പകുതി 9, 21ൻ്റെ പകുതി 10, ശിഷ്ടം 1, 16ൽ 8. ഇനിയിപ്പോൾ 9 കൊണ്ട് വെട്ടിയ രക്ഷയുള്ളൂ. 9ൻ്റെ പട്ടികയിൽ 9 ഒരു തവണ, 10 ഒരു തവണ, ശിഷ്ടം 1 12, 2 തവണ 18ൽ 12% ലാഭം. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ക്രിയ ചെയ്യുക. ഭിന്നസംഖ്യകൾ എല്ലാം പ്ലസ് അല്ല, ഒരെണ്ണം മൈനസ് ആണ്. കൂട്ടുക, മൈനസ് ചെയ്യാനാണ്. ഇവിടെയും ഛേദത്തിൽ അടിയിലുള്ളത് കുറച്ച് വലുതാണ്. 10ഉം 7ഒക്കെ ഉള്ളത് കൊണ്ട് ഛേദം സെയിം ആക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഛേദം സെയിം ആക്കുക അല്ലെങ്കിൽ LCM എടുക്കുക എന്ന് പറയും. അടിയിലുള്ള ഛേദത്തിൻ്റെ എല്ലാത്തിൻ്റെയും LCM കാണാം. 5, 7, 10ൻ്റെ LCM. ആദ്യം ചെറിയ വാല്യൂ 5 ഒരു തവണ, 7ൽ 7 തവണ തന്നെ, 5ൽ 2 തവണ. ഇത്രേ ഉള്ളൂ. എല്ലാം പ്രൈം നമ്പറായി. വേണമെങ്കിൽ നമുക്ക് 2 കൊണ്ട് ചെയ്യാം. ചെയ്തുകൊണ്ട്
ഗുണമൊന്നുമില്ല. ഇങ്ങനെ വരുന്നു. എന്നിട്ട് ഇതെല്ലാം കൂടി ഗുണിക്കാം. 2 × 7 70 LCM. ഛേദം നമുക്ക് 70 ആക്കിയാൽ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാം. 8/5 + 1/7 - 3/10. ആദ്യം ലെഫ്റ്റിൽ നിന്ന് തുടങ്ങാം. ഇവിടെ അടിയിൽ 10 ഉണ്ട്, അതിന് എനിക്ക് 70 ആക്കണം. 10നെ 70 ആക്കാൻ 7 കൊണ്ട് ഗുണിച്ചു. അടിയിൽ മാത്രം ഗുണിച്ചാൽ ആ ഭിന്നത്തിൻ്റെ വാല്യൂ ചേഞ്ച് ആവും. ആ ഭിന്നത്തിൻ്റെ വാല്യൂ നിലനിർത്തിക്കൊണ്ട് തന്നെ ഛേദം മാറ്റാൻ മുകളിലും കൂടി ഞാൻ 7 കൊണ്ട് ഗുണിച്ചു. ഇവിടെ 7 ഉണ്ട്, 7നെ 70 ആക്കണം. എന്ത് ചെയ്യും? 10 കൊണ്ട്. അടിയിൽ മാത്രമല്ല മുകളിലും ഗുണിച്ചു. ഇവിടെ 5 ആണ്. 5നെ 70 ആക്കാനായിട്ട് 70/5 ഒരു തവണ 20, 14 കൊണ്ട് ഗുണിക്കണം. × 14 ഇപ്പോൾ നമ്മുടെ ഫ്രാക്ഷൻ്റെ എല്ലാം അടിയിൽ 70 ആയി. 5 × 14 70 ആണ്. 7 × 10 70, 10 × 7 70 ആയി. നമുക്കൊന്നുകൂടി എടുത്ത് എഴുതാം. 8 × 14 ഇവിടെ ചെയ്യാം. 8 × 14 2 ശിഷ്ടം 3 112 ആണ്. 112/70 + 10/70 - 21/70. ഛേദമെല്ലാം അടിയിലുള്ളതെല്ലാം 70 ആയതുകൊണ്ട് തന്നെ അടിയിൽ ആദ്യം 70 എന്ന് വെറുതെ എടുത്ത് എഴുതിയിട്ട് മുകളിലുള്ള 112 + 10 - 21 ചെയ്യുന്നു. 112ഉം 10ഉം 122. 22ൽ നിന്ന് 21 പോയാൽ 101. 101/70 എന്ന് വരും. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇത് LCM വഴി ചെയ്യാവുന്നത്. പിന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. ആ മെത്തേഡും കൂടി നമുക്ക് നോക്കാം. ആദ്യത്തെ 2 ഫ്രാക്ഷനെ പിടിക്കുക. 5 1/7. എന്നിട്ട് ക്രോസ് അടിയിലുള്ള 7 കൊണ്ട് 8നെ ഗുണിക്കുക. എത്ര? 56 വന്നു. ഇനി 5 × 1 5. പിന്നെ അടിയിലെ 7ഉം 5ഉം കൂടി ഗുണിക്കുക. 35. അപ്പോൾ എത്ര? 56ഉം 5ഉം 61/35 എന്ന് വന്നു. ഇനി ഈ 61/35നെ -3/10. ഇപ്പോൾ എത്ര വരും? 610. 10 × 61 മുകളിൽ 61നെ ഗുണിക്കുക. 610 - 3 × 35 5 ശിഷ്ടം 1 105 എന്ന് വരും. അടിയിൽ 35 × 10. ഇത് രണ്ടും കൂടിയും ഗുണിച്ചാൽ 350 എന്ന് വരുന്നു. അപ്പോൾ 610ൽ നിന്ന് 100 പോയാൽ 510. 510ൽ നിന്ന് ഒരു 5ഉം കൂടിയും പോയാൽ 505. അടിയിൽ 350. 5ൻ്റെ ഒരു കളിയാണ്. 5 കൊണ്ട് വെട്ടിക്കളയാം. ഒരു തവണ 0 ഒരു തവണ അടിയിൽ 7 0 101/70. ഇത് കുറച്ച് വലിയ സംഖ്യകളിലോട്ട് പോയി. എന്നാലും കുഴപ്പമില്ല, ഈസി ആയിരുന്നു ചെയ്യാൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ചൂസ് ചെയ്യുക. എപ്പോഴും ഫസ്റ്റ് LCM മെത്തേഡ് ആയിരിക്കും കുറച്ചും കൂടി ഈസിയർ. അടുത്തത് നോക്കാം. ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റുള്ള ആദ്യം എടുത്ത് എഴുതാം. -49 ഹരണത്തെ ഞാൻ അടിയിൽ എഴുതിയിരിക്കുന്നു. ഹരണം 7. എന്നിട്ടൊരു സ്ക്വയർ ബ്രാക്കറ്റ് ഹരണം 7. ആദ്യം ഹരണം ചെയ്യാം. 7ൻ്റെ പട്ടികയിൽ 7 ഒരു തവണ, 49 7 തവണ. ഈ മൈനസിനെ ഞാൻ അങ്ങോട്ട് തന്നെ കൊടുക്കും. -7, അതായത് -7 ബ്രാക്കറ്റ് പിന്നെ ഹരണം 7 എന്ന് വരും. അതായത് -7/7. 7നെ 7 കൊണ്ട് ഹരിച്ചാൽ 1. ഇവിടെ ഒരു മൈനസ് ഉള്ളത് കൊണ്ട് ആ മൈനസ് ഇട്ട് കൊടുത്തു. -1 ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഹരണത്തിൽ മൈനസ് വന്നിട്ടുണ്ടെങ്കിൽ അതേ മൈനസ് ഇങ്ങനെ മുന്നോട്ട് എടുത്തുകൊണ്ടേയിരിക്കുക. അത് പോസിറ്റീവ് ആവാനായിട്ട് വേറൊരു മൈനസ് സംഖ്യ കൊണ്ട് ഹരിക്കണം. അതായത് വേറൊരു എക്സാമ്പിളാണ്. -1നെ -1 കൊണ്ട് ഹരിച്ചാൽ 1 ആണ്, +1 ആണ്. -1നെ +2 കൊണ്ട് ഹരിച്ചാൽ -1/2 ആണ്. അതേസമയം -1നെ -2 കൊണ്ട് ഹരിച്ചാൽ 1/2 ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5 കുട്ടികളുടെ ഉയരങ്ങളുടെ ശരാശരി 180 സെൻറ്റിമീറ്റർ ആകുന്നു. അതിൽ 4 കുട്ടികളുടെ ഉയരം യഥാക്രമം 140, 156, 155, 152 ആകണമെങ്കിൽ അഞ്ചാമത്തെ കുട്ടിയുടെ ഉയരം എത്ര? ആവറേജിലെ ക്വസ്റ്റ്യനാണ്. 5 പേരുടെ ശരാശരി ഉയരം 150 ആണ്. ആവറേജിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ശരാശരി എന്ന് പറയുന്നത് തുക, അതായത് എല്ലാ ഉയരങ്ങളും കൂട്ടിയ തുക ഡിവൈഡഡ് ബൈ എണ്ണം. ഇവിടെ എണ്ണം തന്നിട്ടുണ്ട്, ശരാശരി തന്നിട്ടുണ്ട്. നമുക്ക് തുക കണ്ടുപിടിക്കാം. തുക എത്ര വരും? ഈ എണ്ണത്തെ ആവറേജ് കൊണ്ട് ഗുണിക്കുക. അതായത് എണ്ണമായ 5നെ ആവറേജായ 150 കൊണ്ട് ഗുണിച്ചാൽ 75, 15 × 5 75, 750 കിട്ടി. 750 സെൻറ്റിമീറ്റർ. യൂണിറ്റിന് പ്രസക്തിയില്ല, ജസ്റ്റ് എഴുതിയെന്നുള്ളൂ. പിന്നെ ഒരു 4 പിള്ളേരുടെ ഹൈറ്റ് തന്നിട്ടുണ്ട്. 140, 156, 155, 152. 6, 2, 8, 5, 13, ശിഷ്ടം 1, 10, 20, 0, ശിഷ്ടം 2, 603. 4 കുട്ടികളുടെ ഉയരം 600. ആകെ നമ്മുടെ ഉയരം 750 ആണ്. 4 കുട്ടികളുടെ, അതായത് 5 പേരുടെ തുക 750 ആണ്. തുക ആവറേജ് അല്ല, തുക. 4 കുട്ടികളുടെ തുക 603 ആണ്. അപ്പോൾ ഒരാളുടെ, അഞ്ചാമത്തെ കുട്ടിയുടെ ഉയരം കാണാൻ ഇത് രണ്ടും മൈനസ് ചെയ്താൽ മതി. 650 നിന്ന് 603 കുറഞ്ഞിട്ടുണ്ടെങ്കിൽ 7, 4, 1. അതായത് അഞ്ചാമത്തെ കുട്ടിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 147 സെൻറ്റിമീറ്റർ ആണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് കാൽക്കുലേഷൻ ഉണ്ടെന്നുള്ളൂ. ഓപ്ഷൻ എ ആണ് ആൻസർ. താങ്ക് യു.